ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മമ്മിയമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡ്രസ്സിൻ്റെ അതേ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു മാല ചെയ്തെടുക്കാമെന്ന് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സൊക്കെ ചോദിക്കാറുണ്ട് ഡ്രസ്സിൻ്റെ അതൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് മാലയോ കമ്മൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ രീതിയാണ് ഇപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. ഒരുപാട് രീതിയുണ്ട് ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ ഒരു രീതിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ക്ലോത്താണ്. അതിനെ നമുക്ക് ആദ്യമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ലെങ്ത്തായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം തന്നെ. അതിനുശേഷം നമ്മൾ അതിൻ്റെ ചീത്ത വശം ഇങ്ങനെ മറച്ച് വെച്ചിട്ട് നമ്മൾക്ക് ആ ഒരു ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നീളത്തിൽ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ക്ലോത്തിനെ നല്ല വശം ഒന്ന് മറിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊന്ന് മറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നീളത്തിൽ നമുക്കിങ്ങനൊരു എന്താ പറയുക, രണ്ട് ഭാഗം ജോയിൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ തുണി കിട്ടിയിട്ടുള്ളത് അല്ലേ. നല്ല ഭംഗിയുള്ള ഭാഗം നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റിച്ചൊക്കെ അതിൻ്റെ ഉള്ളിലും പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ നമ്മൾ മാലയുടെ മുത്തൊക്കെ തന്നെ ഉണ്ടാവില്ലേ, ആ ഒരു മുത്തെടുക്കുക. അത് കുറച്ച് വലിപ്പമുള്ളത് വേണേ. എന്നിട്ട് നമ്മളിതാ ഇവിടെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു തുണിയുടെ ഉള്ളിലൂടെ കടക്കാവുന്ന രീതിയിൽ വേണം കേട്ടോ മുത്തിൻ്റെ വലിപ്പം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഓരോ മുത്തും അതിലേക്ക് ഇറക്കി കൊടുക്കുക. ഇറക്കി കൊടുത്തതിന് ശേഷം രണ്ട് ഭാഗവും നമ്മളൊരു നൂല് ഉപയോഗിച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യൂലേ, ആ കട്ട് ചെയ്യുന്ന രണ്ട് ഭാഗവും നമ്മൾ ഒരു ഗമ്മ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ അറ്റം തമ്മിലുണ്ടാവില്ലേ, അതായത് നമ്മൾ കട്ട് ചെയ്ത രണ്ട് ഭാഗവും ആ ഗമ്മിൽ അങ്ങനെ ഒട്ടി നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ കെട്ടിയതായിട്ട് അറിയുന്നേ ഇല്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ നമുക്ക് എത്ര വലിപ്പം വേണം ആ രീതിയിൽ നമുക്ക് മുത്ത് അതിനുള്ളിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അങ്ങനെ ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഈ മാല തമ്മിലൊന്ന് നമുക്ക് യോജിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ഈ രണ്ടറ്റവും നമുക്കൊന്ന് ആദ്യം ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് നമുക്ക് പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചീത്ത വശം മറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സൂചി നൂല് വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കുക. അത് ഫുള്ളായിട്ട് തുന്നി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് തന്നെ മറിക്കുക നല്ല വശത്തേക്ക്. ആ സ്റ്റിച്ചൊക്കെ അതിൻ്റെ ഉള്ളിൽ പോവില്ലേ, അങ്ങനെ നല്ല വശത്തേക്ക് മറിച്ച ശേഷം നമുക്ക് ചെറിയതായിട്ടൊന്ന് ആ ഒരു വിട്ട ഭാഗം ഒന്ന് സൂചി നൂലും വെച്ച് തന്നെ ഒന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. നമുക്ക് കഴുത്തിലൂടെ എത്ര പാകം വരുന്നോ, എത്ര അളവ് വേണം അത് നമ്മൾ നോക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വർക്ക്. നമ്മളിപ്പോൾ ചുരിദാർ അടിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ സാരി ആണെങ്കിലൊക്കെ നമുക്ക് അതിലേക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഇതേപോലെ ക്ലോത്ത് ഉപയോഗിച്ചിട്ടൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഈ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്നൊക്കെ വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ട്, വീഡിയോ ഇനിയും കാണാൻ ഇഷ്ടമൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമാവും തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. നമുക്ക് ഓരോ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.